ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻ എക്സാം കഴിഞ്ഞു ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ അതിൻ്റെ അകത്ത് ചില ക്വസ്റ്റ്യനുകൾ ഡിലീഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആൻസർ കീ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ആൻസർ കീയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പരാതി സമർപ്പിക്കാം. അതുപോലെ തന്നെ അങ്ങനെ പരാതി സമർപ്പിച്ച് അതിന് പരിഹാരമുണ്ടായ സാഹചര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ വേണേൽ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം. കൂടാതെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം തന്നെ ഞാനത് എങ്ങനെയാണ് പരാതി ആർക്കൊക്കെ പരാതി കൊടുക്കണം, എങ്ങനെ കൊടുക്കാം എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ യൂണിവേഴ്സിറ്റി മെയിൻ എക്സാം പല ഉദ്യോഗാർത്ഥികളും എന്നെ വിളിച്ച് 85-86 മാർക്കുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ക്വസ്റ്റിന്റെ ക്യാൻസലേഷൻ കൊണ്ടും ആൻസർ കീ ചേഞ്ച് ആയതിൻ്റെയൊക്കെ ഫലമായിട്ട് മാർക്ക് കുറഞ്ഞ പോയ ഉദ്യോഗാർത്ഥികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ വിഷമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നിയമനങ്ങളൊക്കെ പൊതുവെ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൂട്ടായ ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിയമനങ്ങളെല്ലാം തന്നെ കൂടുതൽ നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഡിലീഷൻ ക്വസ്റ്റ്യനുകളൊക്കെ ഏതൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിലീഷൻ ആദ്യം വന്നിട്ടുള്ള കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക, അത് ഡിലീഷൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 46ാമത്തെ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആര്? അതുപോലെ തന്നെ 49ാമത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ സർക്കാരിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണമെന്ന ലെസേ ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബൺ ഡൈസോട്ടോപ്പ് ഏത്? അതുപോലെ തന്നെ താഴെ കൊടുത്തിട്ടുള്ളവയിൽ 1നും 4നും ഇടയ്ക്ക് വരുന്ന സംഖ്യ ഏത്? അതുപോലെ തന്നെ 3/4 5/8 എന്നീ ഭിന്നസംഖ്യകളുടെ ലസാഗു എത്ര? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ ഡിലീഷൻ ആയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സാധാരണ നമ്മൾ പ്രൊവിഷണൽ ആൻസർ കീയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ പരാതി സമർപ്പിച്ചാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ സത്യസന്ധവുമായ പരാതികളാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ അതിനു വേണ്ടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേക പാനലിൽ നിയമിക്കുകയും പ്രസ്തുത ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആണ് പിന്നീട് ഫൈനൽ ആൻസർ കീ സമർപ്പിക്കുന്നത്. അങ്ങനെ സമർപ്പിക്കുന്ന ഫൈനൽ ആൻസർ കീയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും പരാതിക്ക് പോയാൽ അത് പരിഹരിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ എല്ലാം തന്നെ അറിയാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ കീയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻസർ കീ ചേഞ്ച് 54C 56B ആണ്, 89D 92B എന്നിങ്ങനെ ഫൈനൽ ആൻസർ കീയിൽ ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ പരാതികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടായ രീതിയിൽ സെക്രട്ടറിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട PSC ചെയർമാനും അതുപോലെ തന്നെ KATAക്കൊക്കെ പരാതി സമർപ്പിക്കാനൊക്കെ നിങ്ങൾക്ക് അവകാശമുള്ളതാണ്. അപ്പോൾ ആ പ്രസ്തുത പരാതി സമർപ്പിച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന പരാതി കൃത്യമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ സത്യസന്ധമാണ്, അല്ലെങ്കിൽ അതിനകത്ത് അത് പരാതിക്കകത്ത് സത്യസന്ധതയുണ്ട്, അല്ലെങ്കിൽ കാര്യമായ ഗൗരവമുള്ള പരാതിയാണ് എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ അതിനുള്ള നടപടികളൊക്കെ അതിനുവേണ്ടി പ്രത്യേക വിഭാഗം തന്നെ പരാതി പരിഹരിക്കുന്നതിനുണ്ട്. ആ പ്രസ്തുത പരാതി പരിഹാര വിഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ് ഈ പരാതി സമർപ്പിക്കുന്നതിനെ സംബന്ധിച്ച് എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പരാതി സമർപ്പിക്കാവോ, സാധാരണ ഫൈനൽ ആൻസർ കീയിലൊക്കെ പരാതി സമർപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പല ഉദ്യോഗാർത്ഥികൾക്കും സംശയമുണ്ട്. കാരണം വെച്ചാൽ ഇന്നലെ തന്നെ കുറെ ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചു ചോദിച്ചു, സാറേ നമുക്ക് ഫൈനൽ ആൻസർ കീയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പരാതി സമർപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ധാരാളം ഉദ്യോഗാർത്ഥികൾ വിളിച്ചു ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ്
ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കീയിൽ തെറ്റുകളുണ്ട് അല്ലെങ്കിൽ മാറ്റങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് പരാതി സമർപ്പിക്കാനുള്ള അവകാശമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പരാതി സമർപ്പിച്ചാൽ അതിന്മേൽ അന്വേഷണമൊക്കെ നടത്തി അതിനുമേലെ നീതി നിങ്ങൾക്ക് ഉറപ്പാക്കി തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചോളൂ. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.